ജോലി തടസ്സപ്പെടുത്തിയെന്ന പരാതിയിൽ മേയർ ആര്യ രാജേന്ദ്രനെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് KSRTC ഡ്രൈവർ യദു കോടതിയെ സമീപിക്കും. വഞ്ചിയൂർ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹർജി നൽകാനാണ് തീരുമാനം. AV ജയശങ്കർ ചേരുന്നുണ്ട് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന്. ജയശങ്കർ, നേരത്തെ തന്നെ യദു വ്യക്തമാക്കിയിരുന്നു പോലീസ് കേസെടുത്തില്ലെങ്കിൽ കോടതിയിലേക്ക് പോകും. തുടർ നീക്കങ്ങൾ എങ്ങനെയായിരിക്കും യദുവിന്റെ ഭാഗത്തുനിന്ന്? ജയശങ്കർ, അതായത് മേയർക്കെതിരെ കേസെടുക്കില്ല. നിലവിൽ പോലീസിന്റെ ഒരു തീരുമാനം ഇതാണ്. നിലവിലെ സാഹചര്യത്തിൽ കേസെടുക്കില്ല. കൃത്യമായി ഈ ഒരു സംഭവം നടന്ന ഘട്ടത്തിൽ തന്നെ പോലീസുമായി ഇത് ബന്ധപ്പെട്ട വിവരങ്ങൾ കൺട്രോൾ റൂമിൽ ഉൾപ്പെടെ മേയർ അറിയിച്ചിരുന്നു. ഇതുകൊണ്ടാണ് സാങ്കേതിക തടസ്സം പറഞ്ഞുകൊണ്ടാണ് പോലീസ് കേസെടുക്കില്ല എന്നൊരു നിലപാട് സ്വീകരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിലാണ് കോടതിയിൽ കേസെടുക്കുന്നതുമായി ബന്ധപ്പെട്ട സ്വകാര്യ അന്യായം ഫയൽ ചെയ്യാനാണ് നിലവിൽ യദുവിന്റെ തീരുമാനം. ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുന്നുണ്ട്. വക്കീലിനെ ഉൾപ്പെടെ യദു പോയി കണ്ടു. വഞ്ചിയൂരിലെ സെഷൻസ് കോടതിയിലായിരിക്കും യദു സ്വകാര്യ അന്യായം ഫയൽ ചെയ്യുക. എന്തായാലും കോടതിയിൽ കേസെത്തുന്നതോടുകൂടി സ്വാഭാവികമായും കോടതി ഇതിന്റെ നിയമവശങ്ങൾ പരിശോധിച്ചുകൊണ്ട് ആവശ്യമായ നിർദ്ദേശം കണ്ടോൺമെന്റ് പോലീസിന് നൽകും. ഇതാണ് അതിന്റെ സാങ്കേതിക നടപടിക്രമങ്ങൾ. എന്തായാലും ഇന്ന് തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഹർജി കോടതിയിൽ നൽകാനാണ് സാധ്യത. ശരി, AV ജയശങ്കർ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. പോലീസ് കേസെടുക്കില്ല, മേയർക്കെതിരെ കേസെടുക്കില്ല എന്ന നിലപാടിന് പിന്നാലെ കോടതിയെ സമീപിക്കാനൊരുങ്ങുന്നു യദു. വലിയൊരു നിയമ പോരാട്ടത്തിന് തന്നെ കളമൊരുങ്ങുന്നു എന്നാണ് തിരുവനന്തപുരത്ത് നിന്ന് AV ജയശങ്കർ റിപ്പോർട്ട് ചെയ്യുന്നത്.